ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി അനദർ എപ്പിസോഡ്. ഞാൻ അൽഹസൻ. കഴിഞ്ഞ വെൽഡർ ട്രേഡ്സ്മാൻ എക്സാമിന്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ എക്സാമുകൾ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്ത് ഒരു പരിശീലനം ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 1500-ലധികം ചോദ്യങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ട് നല്ലൊരു പരിചയം ലഭിക്കും. അപ്പോൾ അത് കൂടാതെ തന്നെ നിമി ക്വസ്റ്റ്യൻ ബാങ്ക് ഒഴികെയുള്ള ബാക്കി ക്വസ്റ്റ്യനുകൾക്ക് എല്ലാം എക്സ്പ്ലനേഷന് കൂടിയിട്ടുള്ള PDF-കളും അതേ PDF-കൾ വിശദീകരിച്ചു കൊണ്ടുള്ള വീഡിയോ ലെസൺസും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. വെറും 349 എന്നൊരു പ്രൈസിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ലഭിക്കും. നമുക്ക് വെൽഡറിന്റെ എക്സാമിലേക്ക് പോകാം, അല്ലെങ്കിൽ പ്രീവിയസ് എക്സാമിന് നടന്നിട്ടുള്ള ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: the standard length of the commonly used hacksaw blade is. The standard length of the commonly used hacksaw blade is എത്രയാണ്? 250 millimeter. Commonly used hacksaw ബ്ലേഡിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് 250 millimeter. Second question: to what angle the center punch is ground? To what angle the center punch is ground? അതായത് which mean grind. ഓക്കെ, സെന്റർ പഞ്ചിന്റെ ആംഗിൾ ഗ്രൈൻഡ് ചെയ്യുന്ന ആ ഒരു ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 30 ഡിഗ്രി പ്രിക് പഞ്ച് നമ്മൾ ക്ലാസ്സുകളായിട്ട് ചെയ്തിട്ടുണ്ട് ഈ മൊഡ്യൂൾ. ഓക്കെ, ഈ മൊഡ്യൂൾ നമ്മൾ ക്ലാസ്സുകളായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഭാരത് സ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റിൽ ഈ ചെറിയ ടോപ്പിക് ഇല്ലാത്തത് കൊണ്ട് തന്നെ, 5 മാർക്കിനുള്ള ടോപ്പിക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ക്ലാസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് പ്ലേലിസ്റ്റ് ആക്കിയിട്ടുള്ളത്. അവിടെ പറയുന്നുണ്ട് 30 ഡിഗ്രി പ്രിക് പഞ്ച്, ഡോട്ട് പഞ്ച് 60 ഡിഗ്രി. പ്രിക് പഞ്ചിനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 60 ഡിഗ്രി പ്രിക് പഞ്ചിനെ തന്നെയാണ് ഡോട്ട് പഞ്ച് എന്ന് പറയുന്നത്. 60 ഡിഗ്രി പ്രിക് പഞ്ച് ഇസ് ആൾസോ നൗൺ ആസ് ഡോട്ട് പഞ്ച്. ഓക്കെ, വിറ്റ്നസ് മാർക്ക് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ 90 ഡിഗ്രി സെന്റർ പഞ്ച്. കറക്റ്റ് അല്ലേ? ആ ക്ലാസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഇത്തവണയും. മേ ബി നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതേ ഏതെങ്കിലും ഒന്ന് വരാം. ഓക്കെ, അപ്പോൾ 90 ഡിഗ്രി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി ആക്യുറസി ഓഫ് മെഷർമെന്റ് വിത്ത് എ സ്റ്റീർ റൂൾ ഈസ്. ദി ആക്യുറസി ഓഫ് മെഷർമെന്റ് വിത്ത് എ സ്റ്റീർ റൂൾ ഈസ്. വിത്ത് എ സ്റ്റീർ റൂൾ ഈസ്. പ്ലീസ് അണ്ടർലൈൻ ദി മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, മെഷറിംഗ് ഡിവൈസ്. ഇവിടെ സ്റ്റീർ റൂൾ ആണ്. അതുകൊണ്ട് അവിടെ 0.5 മില്ലിമീറ്റർ വരും. അതുപോലെ തന്നെ ഔട്ട്സൈഡ് കാലിപ്പർ അല്ലെങ്കിൽ ഇൻസൈഡ് കാലിപ്പർ വരുവാണെന്നുണ്ടെങ്കിൽ 0.5 മില്ലിമീറ്റർ വരും. കാരണം അവിടെ സ്റ്റീർ റൂൾ ഉപയോഗിച്ചാണ് നമ്മൾ മെഷർമെന്റ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അവിടെ തന്നെ ദ ആക്യുറസി ഓഫ് മെഷർമെന്റ് വിത്ത് വെർനിയർ കാലിപ്പർ ആൻസർ മാറും, 0.02 മില്ലിമീറ്റർ. ഓക്കെ, ദി ആക്യുറസി ഓഫ് മെഷർമെന്റ് വിത്ത് എ വേറെ ഏതെങ്കിലും മെഷറിംഗ് ഡിവൈസ് ലൈക്ക് മൈക്രോമീറ്റർ വരികയാണെന്നുണ്ടെങ്കിൽ 0.01 മില്ലിമീറ്റർ വരും അല്ലെ. മെഷറിംഗ് ഡിവൈസ് ഏതാണെന്ന് നോക്കാം. നമുക്കിവിടെ സ്റ്റീർ റൂളർ തന്നെയാണ് വരാൻ ചാൻസ് ഉള്ളത്. അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് മാത്രം നോക്കിയാൽ മതി. സിലബസ് എന്താണോ അത് പഠിക്കുക. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു വൈഡ് ടോപ്പിക്കാണ്. പക്ഷേ ഓരോ സ്പെസിഫിക് ട്രേഡ് റിലേറ്റഡ് ആണ് എക്സാം. വെൽഡറിന് വെൽഡറാണ്, മെഷീനിസ്റ്റുകാർ മെഷീനിസ്റ്റ് ഫോക്കസ് ചെയ്യുക, ടർണർ ഫോക്കസ് ചെയ്യുക, ഫിറ്റർ ഫോക്കസ് ചെയ്യുക. അവിടുന്ന് അപ്പുറത്തേക്ക് നമ്മൾ വൈഡായിട്ടൊന്നും പോകണ്ട. ആദ്യം ടെക്സ്റ്റ് കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് ടൈം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെക്കുക. അല്ലാതെ കൂടുതലായിട്ട് PSC വേണ്ടിയിട്ട് നമ്മൾ വെളിയിൽ പോകേണ്ടി വരത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫോർ ഗ്യാസ് കട്ടിംഗ് ഓഫ് 8 millimeter thick plate, how much should be the cutting oxygen pressure? For gas cutting of 8 millimeter thickness, 8 millimeter thick plate. Okay, for gas cutting 8 millimeter thick plate, how much should be the cutting oxygen pressure? How much should be the cutting oxygen pressure? Okay, 1.4 kilogram per centimeter square.
Fifth question, while gas cutting the nozzle should be, while gas cutting the nozzle should be 5 millimeter away from the work. 5 millimeter work ആണെന്നുണ്ടെങ്കിൽ 5 millimeter away from the work. Okay, so next question, what type of flame do you set to weld gray cast iron? Okay, ഏതാണ് ചോദ്യം? What type of flame do you set എന്ത് വെൽഡ് ചെയ്യുമ്പോൾ, ഗ്രേ കാസ്റ്റ് അയൺ വെൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ഫ്ലെയിം ആണ് സെറ്റ് ചെയ്യുന്നത്? സോ ആൻസർ ഈസ് ന്യൂട്രൽ ഫ്ലെയിം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, oxygen gas will change into liquid condition at what temperature? Okay, oxygen gas will change into liquid condition at minus 182.9 degrees Celsius. Next question, which oxyacetylene flame has an excess of fuel gas? Which oxyacetylene flame has an excess of fuel gas? So oxidizing, അതുപോലെ തന്നെ കാർബറൈസിങ് അല്ലെങ്കിൽ റെഡ്യൂസിങ്, ന്യൂട്രൽ, ഇങ്ങനെ 3 ടൈപ്സ് നമ്മൾ പറഞ്ഞു. സോ ഓക്സിഡൈസിങ് ഫ്ലെയിം എന്താണ്? മോർ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ. ഓക്കെ, അപ്പം അവിടെ ഓക്സിജൻ എന്ന് പറയുന്നത് അസറ്റിലിനേക്കാളും കൂടുതലായിരിക്കും. ഓക്സിജൻ മോർ ദാൻ അസറ്റിലിൻ. ഓക്കെ, ദെൻ കാർബറൈസിങ് ഫ്ലെയിം അല്ലെങ്കിൽ റെഡ്യൂസിങ് ഫ്ലെയിം വരുന്ന സമയത്ത് അവിടെ കാർബറൈസിങ് ഫ്ലെയിമിൽ അസറ്റിലിൻ ഈസ് മോർ ദാൻ ഓക്സിജൻ. ഓക്സിജനേക്കാളും ആര് കൂടുതലായിരിക്കും? അസറ്റിലിൻ കൂടുതലായിരിക്കും. ന്യൂട്രൽ ഫ്ലെയിം 1:1, ഓക്സിജൻ അസറ്റിലിനും ഒരേ അംശം അല്ലെങ്കിൽ ഒരേ അംശബദ്ധ അല്ലെങ്കിൽ ഒരേ അളവിൽ ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഇവിടെ which oxyacetylene flame has an excess fuel gas? So ഇവിടെ എന്താ വരുന്നത്? So answer is carburizing flame. Okay, next question, why an oxidizing flame is most suitable to weld brass and bronze? Okay, കൃത്യമായിട്ട് നിമിന്റെ പോയിന്റ് തന്നെയാണ്. why an oxidizing flame is most suitable to weld brass and bronze? Answer, to avoid evaporation of zinc എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു ലെസണിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് ദി പ്രീഹീറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് കാസ്റ്റ് അയൺ വെൽഡിംഗ്? ആൻസർ 200 degrees Celsius to 310 degrees Celsius. സോ ഈ ഒരു ലെസണിലെ 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ, കൂടുതൽ PYQ ക്ലാസ്സുകൾ കാണണമെങ്കിൽ, കൂടുതൽ PDF-കൾ ലഭിക്കണമെങ്കിലൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്? നമ്മുടെ 349 എന്ന സിമ്പിൾ ഫീസ്, വളരെ ചെറിയ ഫീസിൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്ന ഈ ഒരു ചെറിയ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.